ഹലോ ഫ്രണ്ട്സ്, ഇതൊരു ഹായ് ആണോ ബായ് ആണോ എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. യെസ്, നമ്മളൊന്ന് ചെറുതായി ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് വീട്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഒരു ഒരു ആഴ്ച മുന്നേ തുടങ്ങിയിരുന്നു നമ്മൾ ഓരോ റൂമിലെ സാധനങ്ങളും മാറ്റി തുടങ്ങി. കുറേ എണ്ണം നമുക്ക് വേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കളയാനുണ്ടായിരുന്നു. അങ്ങനെ ഓരോ റൂമായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് 2 ബെഡ്റൂംസ്, പിന്നെ എന്താ പറയുക, ഹാള്, കിച്ചൺ, അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കണ്ടില്ലേ, പാക്കിംഗ് എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. കുഞ്ഞു കുഞ്ഞു മൺപാത്രങ്ങളൊക്കെ നീറ്റായിട്ട് പേപ്പറിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒരു ബോക്സിലിട്ട് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്ലാസ് ജാർസൊക്കെ ഈ ബബിൾ റാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ സേഫായിട്ട് പോർട്ടർ വഴിയാണ് നമ്മൾ ആക്ച്വലി ഷിഫ്റ്റിംഗ് നടത്തിയത്. അതുകൂടാണ്ട് നോ ബ്രോക്കർ ഉണ്ട്, പിന്നെ അങ്ങനെ 2-3 കമ്പനികളുണ്ട് ഈ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പം നമ്മൾ ഇതിൻ്റെ മുന്നേ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം അവർക്ക്. അതായത് എത്ര ചെയർസ് ഉണ്ട്, എത്ര ടേബിൾ ഉണ്ട്, എത്ര വേറെ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് എൻ്റർ ചെയ്ത് കൊടുക്കണം അവർ ആപ്പിൽ. അപ്പോൾ അവരൊരു ഫിക്സഡായ അതിന് വേണ്ടുന്ന വണ്ടിയും പിന്നെ അതിന് വേണ്ടുന്ന ആൾക്കാരൊക്കെ വരും. വന്നിട്ട് അവർ എല്ലാം പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകും. പക്ഷേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ കൈകാര്യം ചെയ്ത് നമ്മൾ ഒരു കാർഡ്ബോർഡ് ബോക്സ് ഓർ എന്തെങ്കിലും നമ്മൾ എടുത്തു വെക്കുന്നതായിരിക്കും സേഫ്. കാരണം അവർ വന്നാൽ എല്ലാം ചടപടയെന്നായിരിക്കും എടുത്ത് വാരിയിട്ട് ഒരു പോക്കാണ്. അപ്പം കുപ്പി ഇല്ലെങ്കിൽ മൺപാത്രം അതൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇത് 2-3 ദിവസം മുന്നേ ഇതിൻ്റെ എല്ലാം ഒരു പാക്കിങ്, അതായത് ബബിൾ റാപ്പ് ചെയ്തിട്ടും കുറേ പേപ്പറിലൊക്കെ ചുറ്റിയിട്ടൊക്കെ നമ്മൾ വെച്ച് ബോക്സ് ചെയ്ത് വെച്ചു. പിന്നെ വലിയ വലിയ സാധനങ്ങൾ മാത്രം അവരൊന്ന് റാപ്പ് ചെയ്തിട്ടാണ് കൊണ്ടുപോയത്. പിന്നെ അതുപോലെ തന്നെ കട്ടിൽ ഡിസ്മാൻറ്റിൽ ചെയ്യാൻ ഉണ്ടായിരുന്നു. അതും ഒരു കാർപ്പൻ്ററെ വിളിച്ചിട്ട് നമ്മൾ ചെയ്യിപ്പിച്ചു. ഇവിടുത്തെ അറിയാലോ, അവർ തോന്നിയ പോലെയാണ് ഒരു പ്രൈസ് പറയുന്നത്. അത് കട്ടിൽ ഡിസ്മാൻറ്റൽ ചെയ്തിട്ട് അത് ഫിക്സ് ചെയ്യാൻ തന്നെ ഒരു ടോട്ടൽ ഒരു 600-800 ആ ഒരു ടോട്ടലത്തെയാണ് എടുത്തത്. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം ഏകദേശം എല്ലാ ക്ലീനിങ്ങും സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. സാധനങ്ങളൊക്കെ ഒഴിവാക്കാനുള്ളതാണ് ഈ കണ്ടത്. അപ്പം അത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നൊരു വീടാണ്. പക്ഷേ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, മാറേണ്ട സമയമാകുമ്പോൾ മാറിയേ പറ്റൂ. കാരണം ബാംഗ്ലൂരിൻ്റെ അവസ്ഥ വെച്ചാൽ അത്രയും ഒരു തള്ളിക്കയറ്റാന്ന് ബാംഗ്ലൂരിലേക്ക്. കേരളത്തിൽ നിന്നായാലും വേറെ എവിടെ നിന്നായാലും കുറേ ആൾക്കാർ എത്തുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ബാംഗ്ലൂരിലെ വീടുകളുടെ റെൻറ്റും ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. പിന്നെ നമ്മൾ 2 പേർക്ക് മാത്രം ഇത്ര വലിയ ഒരു സ്പേസ് വേണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നേ തോന്നുന്നുണ്ടായിരുന്നു. ഈ വീടെടുത്ത സമയത്ത് ഒരു പെട്ടെന്നൊരു സിറ്റുവേഷനിൽ എടുക്കേണ്ടി വന്ന ഇതായിരുന്നു. അപ്പം അങ്ങനെ നമുക്ക് 2 പേർക്കും മാത്രം ഒരു കുഞ്ഞി സ്പേസ് മതി എന്നൊരു തീരുമാനത്തിലെത്തിയ ശേഷം നമ്മൾ ഇവിടെ നിന്ന് മാറാൻ തീരുമാനിച്ചു. ഈ വീടിൻ്റെ ഹോം ടൂറൊന്നും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ തോന്നി, ഏതായാലും നമ്മൾ അവിടെ നിന്ന് വിടാൻ പോകുന്നില്ലേ, അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഭാവിയിൽ ആലോചിക്കുമ്പം ആ വീട് എന്തുണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു എന്നിട്ട് ഓർക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ കണ്ടാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മൊത്തം വീടിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തത്. അപ്പം ഇതൊരു കോമൺ ബാത്റൂമാണ്. അപ്പം അതുപോലെ തന്നെ 2 ബെഡ്റൂം ഉണ്ടായിരുന്നു, പിന്നെ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമും അല്ലാത്തതൊന്നും, പിന്നെ ഒരു കിച്ചൺ, ഹാൾ, 2 ബാൽക്കണീസാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് അതൊരു എളുപ്പമല്ലാത്തൊരു സംഭവമാണ്. ഭയങ്കരമായിട്ട് നമ്മൾ ടയർഡാവുന്നൊരു സംഭവം തന്നെ പറയാം. അതിൻ്റെ പാക്കിങ്ങും ക്ലീനിങ്ങും പിന്നെ അത് ഷിഫ്റ്റ് ചെയ്ത് വന്ന് നമ്മളൊരു മൈൻഡ് സെറ്റും അതൊക്കെ ഭയങ്കര ഒരു ടയർഡാവുന്നൊരു അവസ്ഥ തന്നെയാണ്. അപ്പം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച നമ്മൾ ഒന്ന് മൈൻഡ് സെറ്റാവാൻ ഭയങ്കരമായിട്ട് ടൈം എടുത്തു. അപ്പം എല്ലാം ഏകദേശം സെറ്റായി നീറ്റായിട്ട് കൊടുക്കണം എന്നൊരു എന്താ പറയുക, ഒരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. കാരണം നമ്മളെങ്ങനെ ആ വീട് നമ്മൾ അതിൽ കയറി താമസം തുടങ്ങിയോ തിരിച്ചതുപോലെ തന്നെ കൊടുക്കണം എന്നിട്ട് എനിക്ക് നിർബന്ധമായിരുന്നു. അപ്പം ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഓണർ, അതായത് ക്ലീനിങ്ങെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് ഓണർ ചാവി മേടിക്കാൻ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അവർ അതിൽ കയറി നോക്കും എന്തൊക്കെയുണ്ട്, എല്ലാം ഓക്കെ ആണോ എന്ന്. അപ്പം ഓണറും പറഞ്ഞു നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം അതന്നെ ഒരു ഹാപ്പിനെസ് തോന്നി. അപ്പം അങ്ങനെ ആയിരിക്കണമല്ലോ, നമ്മൾ വേറൊരാളെ വീട് എന്ന് പറഞ്ഞാലും നമ്മളെ വീടായിട്ട് തന്നെ അത് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഓക്കെ, എല്ലാം സെറ്റായി, നമ്മൾ ഗുഡ് ബൈ പറയുന്ന ഒരു ടൈമായി. അപ്പം ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒരു കാഴ്ച, ഒരു ഫ്രണ്ട് വ്യൂ എങ്ങനെയാണെന്ന് എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇതിൻ്റെ മുന്നിൽ തന്നെ ഇപ്പം മെട്രോ സ്റ്റേഷൻ വരുന്നുണ്ട്, അതിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പം യെസ്, ചാവി കൊടുക്കേണ്ട ടൈമായി.
അപ്പോൾ നമ്മൾ ആ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞ് ഇതാ പുതിയ വീട്ടിലെത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി വീഡിയോസ് എല്ലാം ഇടുന്നതാവാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. താങ്ക്